2 ദിവസമായിട്ട് നമ്മളെല്ലാവരും വല്ലാണ്ട് ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ. ഈ വീടിനകത്ത് തെറ്റ് ആരുടെ ഭാഗത്താ ശരി ആരുടെ ഭാഗത്താണെന്നും എനിക്കറിയില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പെൺകുട്ടി ആദ്യമായിട്ട് ഈ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ വൈറലായി. നാണക്കേട് സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്ത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാരും ഈ പെൺകുട്ടീനെ നെഗറ്റീവ് പറഞ്ഞെടുക്കുക. ആ പെൺകുട്ടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാനം വിറ്റവളായി, ഫെമിനിസ്റ്റായി, അങ്ങനെ പലതുമായി പെൺകുട്ടി. ആ പെൺകുട്ടീൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ശരി ഉണ്ടെന്ന് വെക്കാം. സ്വന്തം ഭാഗത്ത് ശരി ഉണ്ടായിട്ട് പോലും ഈ പെൺകുട്ടിക്ക് ഇത്രയും നെഗറ്റീവ് കേട്ട് മാനസികമായി തളർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നാൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കും? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ ഭാഗത്തെ സത്യസന്ധത മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ഭാഗത്തെ ശരി മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് നീതി കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ മരണപ്പെട്ടാലോ മാത്രമേ നമ്മളെ സത്യാവസ്ഥ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും നമുക്ക് നീതി കിട്ടുകയും ചെയ്യുള്ളൂന്നുണ്ടോ? സത്യത്തിൽ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ ഇതാണ്. എന്തൊരു കാര്യം നടക്കണമെങ്കിലും ഒരു മരണം അവിടെ സംഭവിക്കണം. നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ പണി നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വികസനങ്ങൾ നടക്കണമെങ്കിൽ, സമരം ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഉടനടി നടപടി എടുക്കും. അങ്ങനെ ഏത് കാര്യത്തിനും ഒരു വ്യക്തിയുടെ ജീവൻ ബലിയർപ്പിക്കാന്നുണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് തീരുമാനമാവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. എനിക്ക് പറയാനുള്ളത്, ഈ പുരുഷന്മാരോടായാലും സ്ത്രീകളോടായാലും നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ ഓട്ടോറിക്ഷകളിലോ യാത്ര ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് പോയി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കേണ്ട വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുക. കാരണം പോയിച്ചൊന്ന് കൊടുത്തോ, ആരും ചോദിക്കില്ല, നിങ്ങളാരും തടുക്കൂല. അതല്ലേ അവൻ്റെ തിളക്കുന്ന സാധനം ഇട്ടിട്ട് നല്ല അടിയം കൊടുക്കുക, അത് നശിപ്പിച്ചാളാ. അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ കുത്തിക്കഴപ്പാണല്ലോ നിങ്ങളുടെ കൈ കാണിക്കുന്നത്. നിങ്ങളപ്പം പ്രതികരിക്കുക. അല്ലാണ്ട് നിങ്ങൾ വീഡിയോ ഇട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അന്നേരം നിങ്ങൾ വേശിയാവും, റീച്ചിന് വേണ്ടി നിങ്ങളെ മാനം വിറ്റവളാവും, നിങ്ങൾ ഫെമിനിസ്റ്റ് ആവും, നിങ്ങളങ്ങനെ പലതുമായി തീരും. നിങ്ങൾ വിചാരിച്ച സപ്പോർട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആങ്ങളമാരടിക്കുന്ന കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇനി ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ബസ്സിലായാലും ട്രെയിനിലായാലും യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളടുക്ക് പോയി ഇരിക്കാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കാരണം റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല തന്തയില്ലാത്തരം കാണിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ഇടയിലുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആണുങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഇല്ലാണ്ടിരിക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. കാരണം അതിന് നമ്മൾ ഇടവരുത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആണായാലും പെണ്ണായാലും നമ്മളെ സംരക്ഷിക്കാത്തിടത്തോളം നമുക്ക് സംരക്ഷണം കിട്ടൂല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ ഓൺലൈൻ മീഡിയകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയനോ നമ്മൾ ആശ്രയിച്ചതിനെ കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ നാട് ഇങ്ങനെയാണ്. മനുഷ്യർക്ക് പല സംസാരങ്ങളുണ്ടാവും, പല വിഷയങ്ങളുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാവും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ ശരി.